ആദ്യം തന്നെ ഞാൻ മാതാവിനോട് ക്ഷമ ചോദിക്കുന്നു സാക്ഷ്യം പറയാൻ താമസിച്ചതിന്. എൻ്റെ പേര് നിർമ്മൽ, ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഉടമ്പടി എടുത്തത് കഴിഞ്ഞ വർഷം ഫെബ്രുവരി 1, 2023 ഇവിടെ വരാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ടാണ് എന്നെ കൂട്ടിക്കൊണ്ട് വന്നത്. പക്ഷേ എനിക്ക് വിശ്വാസമോ മറ്റു കാര്യങ്ങളൊന്നുമില്ലായിരുന്നു. ആളുടെ നിർബന്ധപ്രകാരം ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുക്കുകയായിരുന്നു. അതിൽ ഞാൻ 6 നിയോഗങ്ങൾ വെച്ചു. എന്നിട്ട് അവിടുന്ന് കുറേ നിർദ്ദേശങ്ങളും മറ്റു കാര്യങ്ങളും തന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാമായിട്ട് ഞാൻ വീട്ടിൽ പോയി ഒരു 1.5 മാസം, ഏകദേശം മാർച്ച് പകുതിയോളം എനിക്ക് അത്ര വിശ്വാസമൊന്നുമില്ലെങ്കിലും ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുമായിരുന്നു. ആളുകൾക്ക് പത്രം കൊണ്ട് കൊടുക്കും. പത്രം കൊടുക്കുമ്പോൾ ഇവിടത്തെക്കുറിച്ച് പല കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാരണം എനിക്കൊരു മടിയുണ്ടായിരുന്നു. പക്ഷേ എന്നാണേലും ഞാൻ ആ നിർദ്ദേശങ്ങളെല്ലാം പാലിച്ചുകൊണ്ടിരുന്നു. ബൈബിള് വായിക്കും, അതുകൂടാതെ സാക്ഷ്യം കേൾക്കും, പിന്നെ ഓർഫനേജുകളും മറ്റും വിസിറ്റ് ചെയ്യും, പ്രായമുള്ള ആൾക്കാരെ പോയി സന്ദർശിക്കും. അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ഇവിടുത്തെ സാക്ഷ്യം കേൾക്കുമ്പോൾ ഞാൻ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമുണ്ട്. എല്ലാവർക്കും മാതാവിനെ കാണാനും അറിയാനും സാധിച്ചിട്ടുണ്ട്, പക്ഷേ എനിക്ക് മാത്രം എന്തുകൊണ്ട് മാതാവിനെ അറിയാൻ പറ്റുന്നില്ലെന്ന്. അങ്ങനെ എല്ലാ ദിവസവും പ്രാർത്ഥനകളിലും ഞാനങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു. അപ്പം മാർച്ച് 22 എൻ്റെ ഒരു ഫ്രണ്ടിനെ എയർപോർട്ടിൽ കൊണ്ടുവിടണം. അപ്പം ഞാനും 2-3 സുഹൃത്തുക്കളും ഉണ്ട്. ഞങ്ങൾ ഏകദേശം 2 മണി 3 മണി വെളുപ്പിനെ സമയത്താണ് കൊണ്ടുവിട്ടിട്ട് തിരിച്ചു വരുന്നത്. തിരിച്ചു വരുന്ന വഴിയിൽ എന്ത് സംഭവിച്ചതാണെന്ന് എനിക്കറിയത്തില്ല. ഏകദേശം ഒരു 15 മിനിറ്റോളം ഞാൻ ഡ്രൈവ് ചെയ്യുന്ന ഞാൻ ഉറങ്ങിപ്പോയി. വണ്ടി ഇടത്തെ സൈഡിലൂടെയാണ് യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ കണ്ണ് തുറന്നു നോക്കുമ്പോൾ വണ്ടി വലത്തെ സൈഡിലാണ്. അപ്പം തന്നെ ഞാൻ വണ്ടി ചവിട്ടി നിർത്തിയിട്ട് പെട്ടെന്ന് കാറിൽ നിന്നിറങ്ങി. അപ്പോഴേ എനിക്ക് മനസ്സിലായി ഫെബ്രുവരി 1 ഞാൻ ഇവിടെ ഉടമ്പടി എടുത്ത ദിവസം അന്ന് തന്നെ മാതാവ് എൻ്റെ കൂടെ എൻ്റെ വീട്ടിലേക്ക് വന്നെന്ന്. അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി മാതാവിനെ ഉറച്ചു മുറുകെ പിടിച്ചിട്ടുണ്ട്, എൻ്റെ ഏത് കാര്യങ്ങളിൽ നിന്നും മാതാവ് എന്നെ രക്ഷിക്കുമെന്ന്. അതിൽ പിന്നെ ഞാൻ പ്രാർത്ഥനയിലും മറ്റു കാര്യങ്ങളിലും തീക്ഷ്ണമായി ചെയ്യാൻ തുടങ്ങി. ഞാനിവിടെ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഞാൻ മാൾട്ടയ്ക്ക് പോകാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാനൊരു BHM സ്റ്റുഡൻ്റാണ്. കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് ജോലി എന്നുള്ള ഒരു സ്വപ്നമായിരുന്നു എൻ്റെ ലക്ഷ്യം. അപ്പോൾ മാൾട്ടയ്ക്ക് പോകാനായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരുന്നു. ഏകദേശം 4-5 മാസമായിട്ടും ഒരു ഇമ്പ്രൂവ്മെൻറ്റും അതിനകത്തുണ്ടായില്ല. അപ്പോഴാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനുള്ള തീരുമാനത്തിലെത്തിയത്. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഏകദേശം മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് ആ മാൾട്ടയ്ക്ക് പോകാനുള്ള വർക്ക് പെർമിറ്റും മറ്റ് കാര്യങ്ങളും കിട്ടി. പക്ഷേ എൻ്റെ ഒരു തെറ്റായ തീരുമാനം കൊണ്ടാണ് കാരണം ഉടമ്പടി മെയ് 5 തീർന്നത്. പക്ഷേ എനിക്ക് ഏകദേശം വർക്ക് പെർമിറ്റ് കിട്ടിയത് മെയ് 28 സമയത്താണ്. പക്ഷേ അത്രയും ഒരു കാലയളവിൽ മാതാവ് തരുമെന്ന് ചിന്തിച്ചിട്ട് എൻ്റെ ഒരു തെറ്റായ തീരുമാനം കൊണ്ട് എനിക്കത് മുന്നോട്ട് പോകാനായിട്ട് പറ്റിയില്ല. പക്ഷേ ഞാൻ പിന്നെയും മാതാവിനോട് മറ്റ് പല കാര്യങ്ങൾക്കായിട്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് കാനഡയ്ക്ക് പോകാനായിട്ടുള്ളൊരു അവസരം മാതാവ് ഒരുക്കി തന്നു. എപ്പോഴും ഞാൻ മാതാവിനോട് ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റും മറ്റ് കാര്യങ്ങളും ഇട്ട് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് എനിക്ക് എത്രയും പെട്ടെന്ന് ലോൺ പാസ്സായി കിട്ടി. IELTSന് വേണ്ടി ഞാൻ 10 ദിവസം കൊണ്ടാണ് പ്രിപ്പയർ ചെയ്തത്. എനിക്ക് ടെൻഷനും പേടിയും മറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ മാതാവ് എൻ്റെ കൂടെ നിന്നുകൊണ്ടും എനിക്ക് ആവശ്യമുള്ള ഏത് സ്കോറാണോ മാതാവ് എനിക്കത് തന്ന് അനുഗ്രഹിച്ചു. ഇതാണ് എനിക്ക് 2 അനുഗ്രഹങ്ങൾ. മൂന്നാമത് കിട്ടിയെന്ന് പറഞ്ഞാൽ എൻ്റെ മാതാവിന് 10 വർഷമായിട്ട് ചിക്കൻ ഗുനിയയുടെ രോഗം അഫക്റ്റ് ചെയ്തിട്ട് പണികളൊന്നും ചെയ്യാൻ പറ്റത്തില്ല. തോളിൽ നീരും കാലിൽ വേദനയും മറ്റും എല്ലാമായിരുന്നു. ഇവിടുന്ന് ഞാൻ കൊണ്ടുപോയ ഉടമ്പടി തൈലവും മറ്റ് വസ്തുക്കളും എല്ലാം പ്രാർത്ഥനാ സമയത്ത് മാതാവിന് നൽകുകയും അതിൻ്റെ ഫലമായിട്ടാണ് അമ്മ എന്നോട് എപ്പോഴും പറയും ഇവിടുത്തെ മാതാവിൻ്റെ അത്ഭുതം കൊണ്ടാണ് ഇപ്പോൾ ഒരു രോഗങ്ങളുമില്ല, ആൾ ഭയങ്കര ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഉടമ്പടി വന്ന് എടുത്തതിന് എനിക്ക് പല ഗുണങ്ങൾ കിട്ടി. ഞാൻ വിശ്വാസം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ശരിയാണ്, ഉണ്ടായിരുന്നു. പക്ഷേ അത്ര തീക്ഷ്ണമായിട്ടില്ലായിരുന്നു. ഇവിടെ നിന്ന് വന്നു പോയതിന് ശേഷം കുർബാനയിൽ പങ്കെടുക്കാൻ തുടങ്ങി. 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാൻ തുടങ്ങി. പിന്നെ രോഗികളെ സന്ദർശിക്കാൻ തുടങ്ങി. അങ്ങനെ എല്ലാ കാര്യങ്ങളും എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒത്തിരിയേറെ മാറ്റങ്ങൾ സംഭവിച്ചു. ഇത്രയും അനുഗ്രഹം തന്ന മാതാവിനും ഇവിടുത്തെ അച്ഛനും ഞാൻ എൻ്റെ നന്ദി അർപ്പിക്കുകയാണ്. കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാൻ ഓർഫനേജുകൾ വിസിറ്റ് ചെയ്യും. അപ്പോൾ എന്നെ കഴിയാവുന്ന സഹായങ്ങൾ ഞാൻ ചെയ്തുകൊണ്ടിരുന്നു. കാരണം അവർക്ക് വേണ്ടത് ഫുഡാകാം, മറ്റ് പല രീതികളിലാകാം. ഞാനൊരു ജോലിയില്ലാതെ നിന്ന സമയമാണേലും എനിക്ക് കിട്ടുന്ന പോക്കറ്റ് മണികളും മറ്റ് കാര്യങ്ങളിൽ നിന്ന് ഞാൻ അവർക്ക് സഹായം ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ പ്രായമായവരെ കാണാൻ ചെല്ലുമ്പോൾ അവർ രോഗമുള്ളവരൊക്കെയാണ്. അപ്പോൾ ഇവിടുത്തെ തൈലവും മറ്റ് കാര്യങ്ങളൊക്കെ കൊണ്ടുചെന്ന് അവരുടെ ദേഹത്ത് തൂക്കുകയും മറ്റ് കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ ഒരു കാരുണ്യ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ പത്രം വിതരണം ചെയ്യുന്നതാണ്. ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചായിരുന്നു എനിക്ക് മടിയായിരുന്നെന്ന്.
പക്ഷേ ആ മടിയൊക്കെ മാറി പിന്നെ ഏറ്റവും ഊർജ്ജസ്വലമായിട്ട് ഞാൻ കൊടുക്കാൻ തുടങ്ങി. അതപ്പം ഞാൻ ചെല്ലുന്ന വീടുകളിലൊക്കെ പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ചെന്ന് കൊടുക്കുന്നത്. അപ്പോൾ അവരൊക്കെ 2 കൈ നീട്ടിയാണ് സ്വീകരിക്കുന്നത്. ഞാൻ വിചാരിച്ച പോലെ ഒന്നുമല്ലായിരുന്നു കാര്യങ്ങൾ. എല്ലാവർക്കും മാതാവിനെ ഇഷ്ടമായിരുന്നു. പക്ഷേ എന്തോ എൻ്റെ തെറ്റായ തോന്നലാണ് അങ്ങനെ ഉണ്ടായത്. പിന്നെ അച്ഛൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, എപ്പോഴും നമ്മുടെ മെറിറ്റ് കൊണ്ടല്ല മാതാവിൻ്റെ മെറിറ്റ് കൊണ്ടാണ് കിട്ടിയത്. ഞാനതിൽ ഉറച്ചു വിശ്വസിക്കുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിൽ വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 40-41 തിരുവചനങ്ങൾ അരുളി ചെയ്യുന്നു, നമുക്ക് നമ്മുടെ വഴികൾ സൂക്ഷ്മമായി പരിശോധിക്കുകയും കർത്താവിങ്കിലേക്ക് തിരിയുകയും ചെയ്യാം. നമുക്ക് നമ്മുടെ ഹൃദയവും കരങ്ങളും സ്വർഗസ്ഥനായ ദൈവത്തിങ്കിലേക്ക് ഉയർത്താം. ഉടമ്പടിയിൽ തനിക്ക് വീഴ്ച വന്നു, സാക്ഷ്യം പറയുവാൻ താൻ താമസിച്ചു പോയി. ഇതെല്ലാം ഈ മകന് മനസ്സിലാകുമ്പോൾ പിന്നീട് എങ്ങനെയാണ് തൻ്റെ ജീവിതത്തിൽ പിന്നീടുള്ള ഓരോ കാര്യങ്ങളും താൻ ചെയ്തതെന്നും തനിക്ക് കിട്ടിയ കൃപകളെല്ലാം തൻ്റേതല്ല, തൻ്റെ യോഗ്യത കൊണ്ടല്ല, അതെല്ലാം ദൈവത്തിൻ്റെ കൃപകളാണ് എന്നുള്ള ബോധ്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഇന്ന് നിർമ്മൽ ഈ തിരുവൾത്താരയിൽ നിന്ന് തന്നെ വെളിപ്പെടുത്തുകയാണ്. ദൈവം തൻ്റെ കൂടെ സഞ്ചരിക്കുന്നുണ്ട്, തനിക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ഇതൊക്കെയാണ് ബോധ്യങ്ങൾ. അതായത് ഈ മകന് ഒരു സ്ഥലത്തേക്ക് പോകണമെന്ന് ആഗ്രഹിച്ച് അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ പദ്ധതികൾ, കർത്താവിൻ്റെ തീരുമാനം മറ്റൊന്നായിരുന്നു. മാൾട്ടയ്ക്ക് പോകുവാൻ ആഗ്രഹിച്ച ആളെ കാനഡയ്ക്കാണ് ഇന്നിപ്പോൾ പോകുവാനുള്ള കാര്യങ്ങളൊക്കെ ക്ലിയറായിട്ട് നിൽക്കുന്നത്. അതിനുള്ള സാമ്പത്തികമായിട്ടുള്ള ലോണിൻ്റെ തടസ്സങ്ങൾ ഇതെല്ലാം മാറുകയാണ്. അതുപോലെ തൻ്റെ അമ്മയുടെ രോഗസൗഖ്യം, എല്ലാറ്റിലും ഉപരിയായിട്ട് തനിക്ക് എങ്ങനെ ഇന്ന് കൂടുതൽ വിശ്വാസത്തോടെ വിശ്വസ്തയോടെ ഇന്ന് തൻ്റെ ആത്മീയ ജീവിതം മുമ്പോട്ട് നയിക്കുവാൻ സാധിക്കുന്നു. അതുകൊണ്ടാണ് തിരുവചനം പറയുക, സ്വർഗസ്ഥനായ ദൈവത്തിങ്കിലേക്ക് നമുക്ക് കരങ്ങൾ ഉയർത്താം, നമുക്ക് നമ്മുടെ പാതകൾ നേരെയാക്കാമെന്ന്. ഈ മകനും കുടുംബത്തിനും ലഭിച്ച എല്ലാ കൃപകൾക്കും കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.